ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ദിയ കൃഷ്ണയുടെ ഇഷ്യൂ ആണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോസിൽ കൂടുതലും ഈ ആണുങ്ങളാണ് അത് ഭയങ്കര പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് കൃഷ്ണകുമാർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര റിയാക്ഷൻ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദിയയുടെ ഫാമിലി മാറ്റേഴ്സിൽ നമ്മൾ അധികമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. ദിയ ആസ് എ പേഴ്സൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വഴി കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അവരും അവരുടെ അമ്മായിയമ്മയായിട്ടുള്ള ശരിക്കുള്ള ഇഷ്യൂ എന്താണെന്നോ അവരുടെ ഇക്വേഷൻ എന്താണെന്നോ നമുക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ട്രിവാൻഡ്രത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മായിയമ്മയെ ഒരിക്കലും അമ്മ എന്ന് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് കുറവാണ് കേട്ടോ. അവിടെ നമ്മൾ കൂടുതലും അമ്മായിന്നോ അല്ലെങ്കിൽ അമ്മായി എന്നാണ് ഞാൻ വിളിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മ എന്നുള്ള ഒരു പദം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ ഒക്കെ ഇപ്പോൾ പല ഫാമിലീസിലും അവർ ആൻറ്റി എന്നൊക്കെയാണ്. ഇപ്പോൾ സെയിം ഏജിലുള്ള ആൾക്കാരാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ ഇൻലോസിനെയൊക്കെ അവർ ആൻറ്റി അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ബാക്കി കേരളത്തിലുള്ളവർക്ക് അതത്ര മേ ബി അത് പരിചിതമായിരിക്കില്ല. പക്ഷേ ഞാൻ ട്രിവാൻഡ്രത്ത് വളർന്ന ആളായതുകൊണ്ട് ഞാൻ പറയാം, മേ ബി അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള ദിയ വളരെ കാഷ്വലായിട്ടാണ് പല കാര്യങ്ങളും സംസാരിക്കാറുള്ളത്. ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ വളരെ അബ്രപ്റ്റായിട്ടൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പെട്ടെന്ന് ചിന്തിക്കാതെ പറയാറുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ലാസ്റ്റ് ഒരു കാവിലമ്മയൊന്നും അല്ലല്ലോ എന്ന് പുള്ളിക്കാരി ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. അത് വന്നത് വളരെ റോങ് ആയിട്ട് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അഗെയിൻ ദിയ തൻ്റെ അമ്മായിയമ്മ എന്ത് വിളിക്കണം എന്നുള്ളത് ദിയയുടെ തന്നെ ഒരു നിലപാടാണ്. അതിൽ ദിയയുടെ ഇൻലോസിനോ അല്ലെങ്കിൽ ദിയയുടെ ഹസ്ബൻഡിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അതൊരു പ്രശ്നമാവുന്നുള്ളൂ. നമ്മളത് വലിയൊരു കാര്യമായിട്ട് എടുത്ത് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോ നാട്ടിലുള്ള ആൾക്കാർക്ക് ഓരോ സംസാര ശൈലിയുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുടെ സംസാര ശൈലി ആയിരിക്കില്ല കോഴിക്കോടുള്ളവർക്ക്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പരക്കെ കേട്ടിട്ടുള്ളതാണ്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ കുറച്ച് അബ്രപ്റ്റായി റൂഡായിട്ട് തോന്നും എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ദിയയുടെ സംസാരത്തിൽ നിന്ന് ആ ഒരു ആക്സെൻറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ ഡോണ്ട് തിങ്ക് ഷീ മെൻറ്റ് ടു ബി റൂഡ്. സോ എനിവേസ് ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് ദിസ് ക്ലിയേഴ്സ് ഔട്ട്. കാരണം നമ്മൾ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ഇതുകൊണ്ടോ നമ്മൾ ഒരാളെ കംപ്ലീറ്റ്ലി അവരുടെ പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ പറയാനായിട്ട് ഒരാളല്ല. അവർ ആ കുട്ടി അങ്ങനെ വളർത്തരുത് ഇങ്ങനെ വളർത്തരുത് എന്നൊക്കെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് അതും കുറേ ആണുങ്ങളിരുന്ന് പറയുന്നത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഐ എം ലൈക്ക് വാവ്.